എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ സയന്റിഫിക് ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളും ജോലി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു എക്സാം വരുമ്പോഴും നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ഈ ഒരു പോസ്റ്റ് എന്താണ്, എങ്ങനെയായിരിക്കും അതിന്റെ ജോബ് പ്രൊഫൈൽ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറ്. പൊതുവെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. ഇനി വെറുതെ പോയി എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വരുന്നവരും ഉണ്ട്. എന്നാലും ആ ഒരു എക്സാമിനെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാവരും ആ ഒരു ജോലി എന്താണെന്നും ജോലി കിട്ടിയാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും പഠനം തുടങ്ങുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെയുള്ളവർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് വരില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് അധികം കിട്ടാറില്ല. പൊതുവെ യൂട്യൂബിലോ അല്ലെ ഗൂഗിളിൽ നോക്കിയാലോ ഒന്നും ഇതിനായിട്ടൊരു ക്ലിയർ ഐഡിയ എവിടെയും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രസന്റേഷനാണ്. മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് പുതിയ അറിവ് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ബേസിക് നോളജ് ഇത് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. ക്വാളിഫിക്കേഷൻ, സാലറി സ്ട്രക്ചർ, വേക്കൻസി, എക്സാം ഡേറ്റ്, അഡ്വൈസ്, ഇത്രയുമാണ് ബേസിക് നോളജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ: ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പോസ്റ്റിംഗ് വരുന്നത്, ജോലി കിട്ടിയാൽ നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ജോബ് പ്രൊഫൈൽ എന്താണ്, പ്രൊമോഷന് സ്കോപ്പ് ഉണ്ടോ, കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കാം, ഏത് രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ടും നമുക്ക് നോക്കിപ്പോവാം. ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ MSc മൈക്രോബയോളജി, MSc ബയോകെമിസ്ട്രി, MSc MLT. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി അതിന് തന്നെ ഇക്വലൻസി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് MSc മൈക്രോബയോളജിക്ക് ഇക്വലൻസി ആയിട്ട് കൊടുത്തത് MSc അപ്ലൈഡ് മൈക്രോബയോളജി ആണ്. MSc ബയോകെമിസ്ട്രിക്ക് ഇക്വലൻസി തന്നിരിക്കുന്നത് MSc മെഡിക്കൽ ബയോകെമിസ്ട്രി ആണ്. ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എക്സാമിന് സംശയമില്ലാതെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി സാലറി ആൻഡ് വേക്കൻസി. നിലവിലെ വേക്കൻസി 6 എണ്ണമാണ്. എന്നാൽ ഇതിൽ കൂടാൻ സാധ്യതയുണ്ട്. പൊതുവെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വരുന്നതിൽ കൂടുതൽ വേക്കൻസികൾ വരാറുണ്ട്, അഡ്വൈസസ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷനിൽ കാണുന്ന വേക്കൻസി മാത്രം നോക്കി നിങ്ങൾ പഠിക്കരുതെന്ന് എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഇനി ഒരു വേക്കൻസിയെ ഉള്ളൂ എങ്കിൽ കൂടിയും നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, അറ്റൻഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ 6 വേക്കൻസി ഉണ്ട്. ഈ 6ൽ ഒരാൾ നിങ്ങളായാലോ. അതുകൊണ്ട് വേക്കൻസി മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരു പരീക്ഷയെ സമീപിക്കരുത്. പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ കൂടിയും പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് JSO പോസ്റ്റ് കണക്റ്റഡ് ആണ്. അത് വഴിയേ പറയാം. അതുകൊണ്ട് ഈ ഒരു 6 വേക്കൻസിയിൽ കൂടാൻ തന്നെയാണ് സാധ്യത. ഇനി ഇതിന്റെ സാലറി 51,400 to 1,10,300 ആണ് നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്ന സാലറി. മിനിമം സാലറി തന്നെ 1,00,000 ഉണ്ട്. ഇനി ഇതിന്റെ എക്സാം ഡേറ്റ്, നമുക്ക് കൃത്യമായ എക്സാം ഡേറ്റ് വന്നിട്ടില്ല. ആനുവൽ കലണ്ടർ അനുസരിച്ച് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കാം എക്സാം വരിക. ഒക്ടോബറിലായിരിക്കാം എക്സാം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. കൺഫർമേഷൻ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് കൃത്യമായ എക്സാം ഡേറ്റ് അറിയുകയുള്ളൂ. JSOയുടെ പരീക്ഷ 2017 ലാസ്റ്റ് നടന്നിട്ടുള്ളത്. 2018 ഡിസംബർ വരെയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 9 പേർക്കാണ്. ഈ ഒരു എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 2017 എക്സാം നടന്നത് എന്നാണ് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിപ്പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2012 നിങ്ങളുടെ എല്ലാം സിലബസ് നോക്കിയാൽ അറിയാം. 2012 വന്നിരിക്കുന്ന സിലബസ് ആണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളത് അല്ലെ. പക്ഷെ ഈ ഒരു എക്സാം നടന്നത് 2014 നവംബർ 21 കിട്ടിയ വിവരം. പക്ഷെ അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നിരിക്കുന്നത് 2017 അങ്ങനെ ഓഗസ്റ്റ് 7, 2017 ആണ് ഇത് ഇഫക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കുന്നത് ഓഗസ്റ്റ് 7, 2017 പക്ഷെ എക്സാം നടന്നത് 2014 നവംബർ ആണ്. മേ ബി അത് ശരിയായിരിക്കാം. കാരണം പണ്ടത്തെ PSC എക്സാം ഒക്കെ ഇതുപോലെ ഒരുപാട് ഡിലേ ആവുന്നുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെയാണ് കൃത്യമായിട്ട് ഒരു പ്ലാനും കാര്യങ്ങളും എല്ലാം ഉള്ളത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എക്സാം ഒക്കെ നോട്ടിഫിക്കേഷൻ വരും, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും പരീക്ഷകൾ നടക്കുക. എക്സാം ഡേറ്റ് തന്നിട്ട് പോലും പല പരീക്ഷകളും മാറ്റിയും വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു കുറച്ച് വർഷങ്ങൾ മുൻപ് വരെ ഉണ്ടായിരുന്ന PSCയുടെ റിക്രൂട്ട്മെന്റ്. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ഈ എക്സാം നടന്നത് 2014 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയത് 2017 അഡ്വൈസ് ലിസ്റ്റ് ലാസ്റ്റ് പോയിരിക്കുന്നത് 2018 വരെയുമാണ്. അന്നത്തെ നോട്ടിഫിക്കേഷനിൽ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാലോ വേക്കൻസി പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ 4 വേക്കൻസി ഉള്ളിടത്ത് നമുക്ക് 9 വേക്കൻസി ലാസ്റ്റ്
എക്സാമിന്റെ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ 6 വേക്കൻസിയാണ് ഫ്രഷ് വേക്കൻസി ആയിട്ട് ഉള്ളത്. അതിൽ കൂടുതൽ ഉണ്ടാവാം. റിട്ടയർമെന്റോ പ്രൊമോഷനോ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെയും വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു എക്സാം ഇതുവരെയും ഒരു തവണ മാത്രമാണ് നടന്നിരിക്കുന്നത്. അതായത് 2014 എക്സാം നടന്നതെങ്കിലും PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 2017 ആയതുകൊണ്ട് തന്നെ നമുക്ക് 2017 തന്നെ പറയാം. അപ്പോൾ 2017 ലാസ്റ്റ് എക്സാം നടന്നിരിക്കുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. 2017 ശേഷം 2024 അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഹെൽത്ത് സർവീസിന്റെ കാര്യമാണ് പറഞ്ഞത്. അതല്ലാതെ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്ക് വേണ്ടിയിട്ട് JSOയുടെ എക്സാം നടന്നിട്ടുണ്ട്. ഹെൽത്ത് സർവീസിന്റെ കാര്യം മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ലാസ്റ്റ് ഒരു എക്സാം മാത്രമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അഡ്വൈസ് ആണ് കഴിഞ്ഞ തവണ പോയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ എക്സാമിന് ഇതിൽ കൂടുതൽ വേക്കൻസി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോവുക. 10 റാങ്കിൽ എത്തിയാൽ അത്രയും നല്ലത്. അതുകൊണ്ട് നിങ്ങളുടെ പഠനം ആ രീതിയിലായിരിക്കണം. ഇനിയാണ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ളത്. നിങ്ങൾക്കറിയാം JSO പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചേക്കുന്നത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എങ്കിൽ കൂടിയും ഈ താഴെ തന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ചില സാഹചര്യങ്ങളിൽ JSO ഇൻവോൾവ് ആകാറുണ്ട്. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ കണ്ടിട്ട് ഇവിടേക്കാണ് പോസ്റ്റിംഗ് എന്ന് വിചാരിക്കരുത്. JSO കോർഡിനേറ്റ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റുകളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വരുന്നത്. അതിൽ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിന്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസ് ഉണ്ട്. അവിടെയാണ് JSO ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വരുന്നത്. ഇത് ഓരോ ഡിസ്ട്രിക്റ്റിലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ലാബ് ടെസ്റ്റിങ്ങും ടെസ്റ്റുകളുടെ സൂപ്പർവിഷനും റിസൾട്ടിന്റെ ആക്യുറസിയും വിശ്വാസ്യതയും ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് JSO ആണ്. അതിനനുസരിച്ച് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക, ഇതെല്ലാം JSOയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസിലാണ് JSO ചെയ്യേണ്ടത്. അവിടെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് JSOക്ക് വരുന്നത്. ഇത് കൂടാതെ FSSAIയുടെ ഫുഡ് സേഫ്റ്റി അനലിറ്റിക്കൽ ലാബ്സ് ഉണ്ട്. ഹെൽത്ത് സർവീസിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ചില ലാബുകൾ, അത് FSSAI നോട്ടിഫൈഡ് ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളാണെങ്കിൽ അവിടെയും JSO പോസ്റ്റിംഗ് വരാറുണ്ട്. ഇവിടെ JSOയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടോക്സിക്കോളജിക്കൽ സ്ക്രീനിങ്, അതായത് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ലെഡ്, ആഴ്സനിക്, പെസ്റ്റിസൈഡ് റെസിഡ്യൂസ്, അങ്ങനെ എന്തെങ്കിലും ടോക്സിക് റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വരികയാണെങ്കിൽ അതിന്റെ സ്ക്രീനിങ് ആണ് JSO ഇവിടെ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് റീജിയണൽ ടോക്സിക്കോളജി ലാബ്സ് ആണ്. ഇത് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ആയിട്ടാണ് ടോക്സിക്കോളജി യൂണിറ്റുകൾ ഹെൽത്ത് സർവീസിന്റെ അണ്ടറിൽ തുടങ്ങാറുണ്ട്. ഏതെങ്കിലും ഒരു റീജിയണിൽ അവിടെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വരുന്ന സമയത്ത് സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ആയിട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നു, പോയിസൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ സാമ്പിൾ അനാലിസിസ് ചെയ്യുക, സ്ക്രീനിങ് നടത്തുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ഉണ്ടായിരിക്കുക. അത് ഹെൽത്ത് സർവീസിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ അവിടെ JSOയുടെ ഇൻവോൾവ്മെന്റും ഉണ്ടായിരിക്കും. സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങോ എക്സ്പീരിയൻസോ ഉള്ള ജൂനിയർ സയന്റിഫിക് ഓഫീസേഴ്സിനെ ആയിരിക്കും ഇങ്ങനെയുള്ള ലാബുകളിൽ പോസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ഫോറൻസിക് സയൻസ് ലബോറട്ടറി. ഇത് ഹെൽത്ത് സർവീസിന്റെ ഡിപ്പാർട്ട്മെന്റിലൊന്നും അല്ല വരുന്നത്. എങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടോ അല്ലെങ്കിൽ റിപ്പോർട്ട് വെരിഫിക്കേഷൻ ആവശ്യമുള്ള സാഹചര്യങ്ങളിലോ ഒക്കെ JSOയും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയും കൂടെ ഇൻവോൾവ് ആകാറുണ്ട്. ഇവിടെ പോസ്റ്റിംഗ് അല്ല, കോർഡിനേഷൻ മാത്രമാണ് നടക്കുന്നത്. അടുത്തത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് കളക്ട് ചെയ്യുന്ന സാമ്പിള് അനാലിസിസ് ചെയ്യുക എന്നതാണ് ഇവിടെ JSOയുടെ റോള്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് ഫുഡ് അനലിസ്റ്റ് ഉണ്ട്. എങ്കിൽ കൂടിയും ചില സാഹചര്യങ്ങളിൽ JSOയ്ക്കും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. FSSAI ആക്ട് പ്രകാരമുള്ള ലാബ് റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുക, അഡൾട്രേഷൻ കേസ് എന്തെങ്കിലും ആണെങ്കിൽ കോർട്ടിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ജോലികളും JSOയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അടുത്തത് ന്യൂട്രീഷൻ വിങ് ഓഫ് DHS. ഹെൽത്ത് സർവീസിന്റെ അണ്ടറിൽ വരുന്ന ന്യൂട്രീഷൻ വിങ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ബ്യൂറോ. ഇവിടെ നോക്കുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ന്യൂട്രീഷൻ പ്രോഗ്രാംസുകളും അതുപോലെ എന്തെങ്കിലും മാൽന്യൂട്രീഷൻ വരുന്ന സമയത്ത് സർവേ എടുക്കാനും അങ്ങനെ പബ്ലിക് ഹെൽത്തുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയത്ത് അങ്ങനെയുള്ളപ്പോഴാണ് ന്യൂട്രീഷൻ ബ്യൂറോ ആയിട്ട് JSO വർക്ക് ചെയ്യുന്നത്. അംഗനവാടികളിലൊക്കെ കൊടുക്കുന്ന ഫുഡ് സപ്ലിമെന്റ്സിന്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക എന്നത് JSOയുടെ ഒരു റോളായിട്ട് പറയുന്നുണ്ട്.
ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കറിവില്ല. എന്തായാലും JSOയ്ക്ക് ന്യൂട്രീഷൻ ബ്യൂറോയുമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇങ്ങനെയാണ്. ഇവിടെയും ഡയറക്റ്റ് പോസ്റ്റിംഗ് അല്ല, കോർഡിനേഷൻ ആണ് JSO ചെയ്യേണ്ടത്. ICDS ഓർ WCD ഡിപ്പാർട്ട്മെന്റ്, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് WCD. അതുപോലെ ഇതും ഹെൽത്ത് സർവീസിന്റെ അണ്ടറിൽ വരുന്നതല്ല. ഇവിടെയും JSOയുടെ പോസ്റ്റിംഗ് അല്ല, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ ആണ് നടക്കുന്നത്. എങ്ങനെയാണ്? ഫോർട്ടിഫൈഡ് ഫുഡ്സ് ഉണ്ടല്ലോ, ആഡഡ് വൈറ്റമിൻസ് ഓർ ന്യൂട്രിയൻസ് ഫുഡിൽ ചേർക്കുകയാണെങ്കിൽ അത് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആവുന്നു. കുട്ടികൾക്കോ ലാക്ടേറ്റിംഗ് മദേഴ്സിനോ ഒക്കെ ഫോർട്ടിഫൈഡ് ഫുഡ്സ് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി അസസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് WCD ഡിപ്പാർട്ട്മെന്റുമായിട്ട് JSOയ്ക്ക് ഇൻവോൾവ്മെന്റ് വരുന്നത്. അടുത്തത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട്. ഇവിടെയും കോർഡിനേഷൻ മാത്രമാണ്, പോസ്റ്റിംഗ് അല്ല. അതും വല്ലപ്പോഴും ഉള്ള കോർഡിനേഷൻ ആണ്, ഒക്കേഷണൽ കോർഡിനേഷൻ ആണ് JSOയ്ക്ക് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഉള്ളത്. ചില ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതും പബ്ലിക് ഹെൽത്ത് ലാബിലാണ് JSO അത് ചെയ്യേണ്ടത്. പബ്ലിക് ഹെൽത്ത് ലാബ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം JSO അത് അസിസ്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് JSO ഫാർമക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സിലബസ് നോക്കിയാൽ അറിയാം, അതിനകത്ത് അങ്ങനെയുള്ള ടോപ്പിക്കുകളും തന്നിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ ടെസ്റ്റ് ചെയ്യാനും ഡ്രഗ് ഇൻസ്പെക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സാമ്പിൾ അനാലിസിസ് ചെയ്യേണ്ടതും JSOയ്ക്ക് ചില സമയത്ത് അസിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം ഒക്കേഷണൽ കോർഡിനേഷനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. വാട്ടർ അതോറിറ്റി ഓർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. JSOയ്ക്ക് വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ നോട്ടീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ വാട്ടർ സപ്ലൈ ഇഷ്യൂവുമായിട്ടുള്ള ലീഗൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടും കണ്ടാമിനേറ്റഡ് സോഴ്സിൽ നിന്നെടുത്ത വാട്ടർ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ JSOയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിന്റെ റിപ്പോർട്ടുകളൊക്കെ ജൂനിയർ സയന്റിഫിക് ഓഫീസറാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വാട്ടർ അതോറിറ്റിയുമായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ടും JSO വർക്ക് ചെയ്യാറുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഇവിടെയും കോർഡിനേഷൻ ആണ് വരുന്നത്, എസ്പെഷ്യലി ഇൻ ടോക്സിക്കോളജി. ടോക്സിക്കോളജി നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് കാണപ്പെട്ടാൽ, ആഴ്സനിക്, ലെഡ്, പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഇങ്ങനെ എന്തെങ്കിലും കാണപ്പെട്ടാൽ അവിടെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ടെസ്റ്റിംഗ് ആവശ്യമുണ്ട്. സോയിൽ ആൻഡ് ഇറിഗേഷൻ വാട്ടർ കണ്ടാമിനേറ്റഡ് ആണെന്ന് മനസ്സിലായാൽ അതിൻ്റെയും ടെസ്റ്റിംഗ് ആവശ്യമുണ്ട്. അഗ്രോ കെമിക്കൽസ് സേഫ് ആയിട്ടാണോ യൂസ് ചെയ്യുന്നതെന്നുള്ളതിന്റെ റിപ്പോർട്ട് കൊടുക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സുമായിട്ടും JSOയ്ക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റുമായിട്ടും JSO കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഇത് അത്ര എമർജൻസി വരുന്ന സാഹചര്യത്തിൽ മാത്രം ഉണ്ടാവുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എന്തെങ്കിലും പബ്ലിക് ഹെൽത്ത് എമർജൻസി വരുന്ന സമയത്ത് ഇവിടെയും സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ടീമിൽ വരുന്നതാണ് JSOയും. ഫ്ലഡോ എർത്ത് ക്വേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ഒരു സമയത്ത് റിലീഫ് ക്യാമ്പുകൾ തുടങ്ങാറുണ്ട് അല്ലെ. അവിടെ കൊടുക്കുന്ന ഫുഡും വാട്ടറും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് JSOയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇനി മറ്റൊരു എമർജൻസിയാണ് അൺനോൺ കെമിക്കൽ എക്സ്പോഷർ. എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ JSO വിളിക്കാറുണ്ട്. ഇനി അതുമല്ല, എന്തെങ്കിലും ഡിസീസ് ഔട്ട്ബ്രേക്ക്, കോവിഡിന്റെ സമയത്തോ അത് കഴിഞ്ഞുണ്ടായ കോളറ ഔട്ട്ബ്രേക്കിന്റെ സമയത്തോ ഒക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാനും അതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കാനും ഒക്കെ ജൂനിയർ സയന്റിഫിക് ഓഫീസേഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, LSGI. മുനിസിപ്പാലിറ്റികളിലോ പഞ്ചായത്തിലോ വാട്ടർ സാമ്പിൾസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ ഒരു ലാബ് ടെസ്റ്റ് വേണം എന്നുള്ള സാഹചര്യം വരുമ്പോൾ അവിടെയും JSO ഇൻവോൾവ്ഡ് ആകാറുണ്ട്. കിണറിൽ നിന്നോ ടാപ്പുകളിൽ നിന്നോ ഉള്ള വെള്ളത്തിൽ എന്തെങ്കിലും ഒരു കണ്ടാമിനേഷൻ കാണപ്പെട്ടാൽ ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് LSGD JSOയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ജൂനിയർ സയന്റിഫിക് ഓഫീസേഴ്സ് വർക്ക് ചെയ്യാറുണ്ട്. അത് ഡയറക്റ്റ് പോസ്റ്റിംഗ് അല്ല, കോർഡിനേഷനോ അല്ലെങ്കിൽ ടീം വർക്കോ ആയിട്ടാണ് JSO ചെയ്യേണ്ടത്. അപ്പോൾ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കൂടിയും ഇത്രയും ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സാഹചര്യത്തിൽ JSOയെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇനി JSOയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഓരോന്നും ജസ്റ്റ് നോക്കി പോവാം. സാമ്പിൾ ടെസ്റ്റിംഗ് ആൻഡ് അനാലിസിസ്. പബ്ലിക് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് കാര്യത്തിനും ക്വാളിറ്റി ടെസ്റ്റിങ്ങും സേഫ്റ്റിയും നടത്തേണ്ട
ഡ്യൂട്ടിയാണ് JSOക്ക് വരുന്നത്. അതിൽ ഫുഡ് ആൻഡ് വാട്ടർ സാമ്പിൾ അനാലിസിസ് ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടറിൻ്റെയും വെൽ വാട്ടർ, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, എന്തെങ്കിലും മസാല, അച്ചാറ്, മസാലപ്പൊടികൾ, അങ്ങനെയുള്ള ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ്, റെഡി ടു ഈറ്റ് ഫുഡ്, പാക്കറ്റ് ഫുഡ്, അങ്ങനെ എന്തിലെങ്കിലും ഒരു ബാക്ടീരിയൽ കണ്ടാമിനേഷനോ ടോക്സിക് കെമിക്കൽസോ അഡൾട്രേഷനോ ഒക്കെ ഉണ്ടെന്ന സംശയം വന്നാൽ അവിടെ സാമ്പിൾ അനാലിസിസ് ചെയ്യേണ്ടത് JSO ആണ്. മൈക്രോബയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ ടെസ്റ്റിങ്ങിലും നേരത്തെ പറഞ്ഞ വാട്ടർ ഓർ ഫുഡ് സാമ്പിൾസിൽ ഏതെങ്കിലും ബാക്ടീരിയൽ കണ്ടന്റ്, കോളിഫോംസ്, ഈക്കോളെ, സാൽമണല്ല, ഷിഗല്ല, വിബ്രിയോ കോളറെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അങ്ങനെയുള്ള വാട്ടർ സാമ്പിൾസ് എക്സാമിൻ ചെയ്യേണ്ട ഡ്യൂട്ടി JSOക്കാണ്. പിന്നെ കെമിക്കൽ ആൻഡ് ടോക്സിക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ഹെവി മെറ്റൽസോ പെസ്റ്റിസൈഡ് റെസിഡ്യൂസോ ആർസനിക് കണ്ടന്റ് ഉള്ള പ്രോഡക്റ്റോ അങ്ങനെ എന്തെങ്കിലും കാണപ്പെട്ടാലും അവിടെയും അതിന്റെ ടെസ്റ്റ് അനാലിസിസ് ചെയ്യേണ്ടത് JSOയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇതിലേതെങ്കിലും നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ് ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. അടുത്ത ഡ്യൂട്ടിയാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മോണിറ്ററിംഗ്. ഇതും നേരത്തെ സൂചിപ്പിച്ചതാണ്. പബ്ലിക് ഹെൽത്തുമായിട്ട് വരുന്ന എന്ത് ടെസ്റ്റ് അനാലിസിസ് ചെയ്യേണ്ടതും JSOയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇതിനും വേറെ വേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് JSO വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പബ്ലിക് ഹെൽത്തിന്റെ സേഫ്റ്റിയും അങ്ങനെ പബ്ലിക് ഹെൽത്ത് മോണിറ്റർ ചെയ്യുക, അവരുടെ സേഫ്റ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് JSOയുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ റിസർച്ച് ആൻഡ് മെത്തേഡ് ഡെവലപ്മെന്റ്, എന്തെങ്കിലും ഒരു ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, എൻഡമിക്കോ പാൻഡമിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, ഡിസാസ്റ്റർ നമുക്ക് പുതിയൊരു കാര്യമാണെങ്കിൽ, കൊറോണ വന്ന സാഹചര്യത്തിൽ, ഇനി അതിനു മുന്നേ നിപ്പ വന്ന ഒരു സാഹചര്യത്തിൽ, അതെന്ത് ഡിസീസ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാതെയൊക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. എന്താണെന്നും അതിനെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്നും ഒക്കെ പഠിക്കേണ്ട ടീമിലേക്ക് JSOയും റിക്രൂട്ട് ആവാറുണ്ട്. അടുത്താണ് ലീഗൽ ആൻഡ് എൻഫോഴ്സ്മെന്റ് സപ്പോർട്ട്. ലീഗൽ പ്രൊസീഡിങ്സിൽ JSO അസിസ്റ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡ്രഗ് ക്വാളിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സ് വരികയാണെങ്കിൽ, ഇപ്പൊ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അഡൾട്രേഷനൊക്കെ വരുന്ന സമയത്ത് അതിന്റെ റിപ്പോർട്ടുമായിട്ട് JSO കോർട്ടിൽ പ്രസന്റ് ആവാറുണ്ട്. എക്സ്പേർട്ട് വിറ്റ്നസ് ആയിട്ട് JSO കോർട്ടിൽ പ്രസന്റ് ആവാറുണ്ട്. അതുപോലെ തന്നെയാണ് എപ്പിഡമിക് ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സമയത്തും റിപ്പോർട്ട് സബ്മിഷന് വേണ്ടിയിട്ട് JSO ലീഗൽ പ്രൊസീഡിങ്സുമായിട്ട് അസിസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ലീഗൽ ആൻഡ് എൻഫോഴ്സ്മെന്റ് സപ്പോർട്ട് JSOയുടെ ഡ്യൂട്ടീസിൽ വരുന്നത്. ഇനി റിപ്പോർട്ട് പ്രിപ്പറേഷൻ, അതൊരു ഡ്യൂട്ടിയാണ്. ഡീറ്റെയിൽഡ് ലാബ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അനാലിസിസ് ചെയ്ത ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള ലീഗൽ ഡോക്യുമെന്റേഷൻ പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ JSOയുടെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ജൂനിയർ സയന്റിഫിക് ഓഫീസർ അല്ലെങ്കിൽ അതിന്റെ സീനിയർ ഓഫീസേഴ്സും റിപ്പോർട്ട് പ്രിപ്പറേഷനിൽ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. എങ്കിലും JSOയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ ഇതും വരാറുണ്ട്. കാരണം കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ റിപ്പോർട്ടുകൾ ഒരു സയന്റിഫിക് എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കാറ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ JSO കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ JSOയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഒരു ജൂനിയർ സയന്റിഫിക് ഓഫീസറിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ജനറൽ ഔട്ട്ലൈൻ മാത്രമാണ് തന്നിരിക്കുന്നത്. ഒരു പബ്ലിക് ഹെൽത്ത് ലാബിൽ ചെയ്യേണ്ട എല്ലാ ജോലികളും അത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിലുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡ്യൂട്ടീസും JSOയുടെ വർക്കിൽ വരുന്നതാണ്. അത് പലർക്കും പലതാവും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ JSO വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മാറുന്നത്. ജോബ് പ്രൊഫൈൽ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതൊരു ലാബ് ബേസ്ഡ് വർക്ക് എൻവയോൺമെന്റ് ആണ്. ചില സമയത്ത് ഫീൽഡ് ഡ്യൂട്ടീസ് വരാറുണ്ട്. എങ്ങനെയൊക്കെയാ? എന്തെങ്കിലും സാമ്പിൾ അനാലിസിസ് വരേണ്ട സമയത്ത് സാമ്പിൾ കളക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്താണെങ്കിൽ, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഇൻവോൾവ്ഡ് ആവുന്ന കേസുകളാണെങ്കിൽ, അങ്ങനെയുള്ള സമയത്തൊക്കെ ഫീൽഡ് ഡ്യൂട്ടീസും JSOക്ക് വരാറുണ്ട്. എങ്കിലും മോസ്റ്റ് ഓഫ് ദി ടൈം ലാബിൽ തന്നെ ആയിരിക്കാം JSO വർക്ക് ചെയ്യേണ്ടത്. കൂടുതലും ഡേ ഷിഫ്റ്റ് തന്നെയാണ് JSOക്ക് വരുന്നത്. ഇതും സാഹചര്യം അനുസരിച്ച് മാറാം. നേരത്തെ പറഞ്ഞ പോലെ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഡ്യൂട്ടീസിൽ വ്യത്യാസം വരാം. പിന്നെ ഇതൊരു ടെക്നിക്കൽ ആൻഡ് റിസർച്ച് ഓറിയന്റഡ് റോളാണ്. കൂടുതലും സയന്റിഫിക് ബേസ്ഡ് അനാലിസിസ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഉള്ള ജോബ് പ്രൊഫൈലാണ് JSOക്ക് വരുന്നത്. ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പേർട്ട് വിറ്റ്നസ് ആയിട്ട്
കോർട്ടിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം ഇതെല്ലാം ജോബ് പ്രൊഫൈലിൽ വരുന്നതാണ്. ഇനി പ്രൊമോഷൻ സ്കോപ്പ്, ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. സീനിയോറിറ്റി അനുസരിച്ചും ഡിപ്പാർട്ട്മെന്റുകൾ ടെസ്റ്റ് എഴുതിയും എക്സ്പീരിയൻസ് അനുസരിച്ചും വേക്കൻസി വരുന്നതിനനുസരിച്ചും ഒക്കെ നമ്മുടെ പ്രൊമോഷൻ സാധ്യത കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ JSO ആയിട്ട് അപ്പോയിൻമെന്റ് കിട്ടിയാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് കൊണ്ടുപോകാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. JSO ആയിട്ട് പോസ്റ്റിംഗ് കിട്ടി, അതിനുശേഷം ഒരു 5 to 7 years കഴിയുമ്പോൾ വേക്കൻസിയും നിങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ച് പ്രൊമോഷൻ കിട്ടുന്നു. സയന്റിഫിക് ഓഫീസറായിട്ട് അല്ലെങ്കിൽ സീനിയർ അനലിസ്റ്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടുന്നു. സീനിയർ അനലിസ്റ്റ് ആയിട്ടോ സീനിയർ JSO ആയിട്ടോ സയന്റിഫിക് ഓഫീസറായിട്ടോ 5 മുതൽ 7 വർഷം കണ്ടിന്യൂസ് സർവീസോ നിങ്ങളുടെ ഗുഡ് പെർഫോമൻസും അനുസരിച്ച് പ്രൊമോഷൻ സാധ്യതയുണ്ട്. ഈ ഒരു റോളിലേക്ക് വരുമ്പോൾ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. ജൂനിയർ സയന്റിഫിക് ഓഫീസേഴ്സ് ടീമിനെ സൂപ്പർവൈസ് ചെയ്യുക, അഡ്വാൻസ്ഡ് ലെവൽ ടെസ്റ്റിങ്ങുകൾ ചെയ്യുക, അഡൾട്രേഷൻ റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് റോളായിട്ട് വരുന്നത് സീനിയർ അനലിസ്റ്റ് ആണ് അല്ലെങ്കിൽ സയന്റിഫിക് ഓഫീസറാണ്. അത് കഴിയുമ്പോഴാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത് ലാബ്. ജോലിയിൽ പ്രവേശിച്ച് 10 മുതൽ 15 വർഷം കഴിയുമ്പോഴാണ് സീനിയർ സയന്റിഫിക് ഓഫീസറായിട്ടോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ പ്രൊമോഷൻ കിട്ടുക. അതും കഴിഞ്ഞാണ് ഡയറക്ടർ പോസ്റ്റിലേക്ക്. ടോപ്പ് ലെവൽ പ്രൊമോഷനാണ് ഡയറക്ടർ അല്ലെങ്കിൽ ജോയിന്റ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് എത്തപ്പെടുന്നത്. പബ്ലിക് ഹെൽത്ത് ലാബ് ഹൈറാർക്കിയിലെ ഒരു അപ്പെക്സ് പോസ്റ്റ് ആണിത്. എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പോസ്റ്റ് ആണ് ഡയറക്ടർ ഓർ ജോയിന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇതിന് സർവീസിൽ കയറി 20+ years ഓഫ് എക്സ്പീരിയൻസോ ആവശ്യമുള്ള പോസ്റ്റ് ആണ് ഡയറക്ടർ ഓർ ജോയിന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലെവൽ പോസ്റ്റിംഗ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്, സ്റ്റഡി സ്ട്രാറ്റജിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ്. അപ്പൊ ഈ ഒരു ജോലി കിട്ടണമെങ്കിൽ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻസും അതിനനുസരിച്ചുള്ള നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 10 വർഷം മുന്നേ ഉള്ള സിലബസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അത് വെച്ചാണ് ഇപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ആ സിലബസ് മാറാനുള്ള സാധ്യതയുണ്ട്. മാറുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചേഞ്ച് അല്ല ഉദ്ദേശിച്ചത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ കുറച്ചുകൂടെയൊക്കെ ടോപ്പിക്കുകൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ തന്നിരിക്കുന്ന ഒരു സിലബസ് ആയിരിക്കും വരാൻ സാധ്യത ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാ സയൻസ് ബേസ്ഡ് എക്സാമിനും വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ആദ്യം തന്നെ കവർ ചെയ്ത് പോവുക. ആ രീതിയിലാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. ഈ മാസം ഒടുവിൽ അറിയാം ഒക്ടോബറിൽ എക്സാം കാണുമോ എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു സിലബസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ഇൻവോൾവ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോസ്റ്റ്, ആ പോസ്റ്റിന് ഡീപ്പ് വർക്ക് അത്യാവശ്യമാണ്. നിങ്ങളെല്ലാം സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ലെവലിലേക്ക് മാറുന്നതാണ് ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും നിങ്ങൾ പലരും യൂട്യൂബ് നോക്കിയൊക്കെ പഠിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോണിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് അതിൻ്റെ യൂസേജ് കുറയ്ക്കാൻ സാധിക്കും. എങ്കിൽ മാത്രമേ ഹൈ ക്വാളിറ്റി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ അത്രയും ഫോക്കസോട് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് മാത്രമേ നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോവുകയുള്ളൂ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക. ഒരു ദിവസം ഇത്രയും സമയം ഞാൻ പഠിക്കാനായിട്ട് എടുക്കും, ഇത്രയും സമയം ഞാൻ എൻ്റെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കും. നമ്മൾ തീർത്തും പഠനം മാത്രമായിട്ടിരുന്നാലും നമുക്ക് ബോറടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് നേരം ഇരുന്ന് പഠിക്കാൻ ഞാൻ പറയില്ല. കുറച്ചൊക്കെ റിലാക്സേഷനും ആവശ്യമാണ്. പഠിക്കുന്ന കൂട്ടത്തിൽ ഡിസ്ട്രാക്ഷൻസ് വരരുത്. ഫോൺ നോക്കുക, ഇമെയിൽ ചെക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയയിലേക്ക് പോവുക, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം അതിനിടയ്ക്ക് ചെയ്യാൻ പോവുക, ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹൈ വാല്യൂ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഡീപ്പ് വർക്കിൽ വരുന്നത്. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും JSOയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ക്വാളിറ്റി ടൈം ആയിട്ട് കിട്ടണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കാര്യമുള്ളൂ. മിനിമം 5 മണിക്കൂറാണ് പറയുന്നത്. ഈ ഒരു എക്സാം എങ്ങനെ വരുമെന്നോ ഇതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ വരുമെന്നോ ഒന്നും നമുക്ക് റെഫറൻസ് എടുക്കാനൊന്നുമില്ല. പറഞ്ഞല്ലോ 2017 എന്ന് പറഞ്ഞാലും 2014 കഴിഞ്ഞ എക്സാമിന്റെയാണ് നമ്മുടെ റെഫറൻസ് ആയിട്ടുള്ളത്.
അപ്പൊ അത് വെച്ചൊന്നും നമുക്ക് ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ വെച്ചിട്ട് നമുക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാനേ സാധിക്കില്ല. എന്തായാലും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ടഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചു പോയേ പറ്റുകയുള്ളൂ. അപ്പോൾ മിനിമം 5 മണിക്കൂറെങ്കിലും ഓരോ ദിവസം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ വീട്ടമ്മമാരായിക്കോട്ടെ, വീട്ടിൽ കുട്ടികളുള്ളവരായിക്കോട്ടെ, ഇനി വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, മിനിമം 5 മണിക്കൂർ മസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചെലവഴിക്കണം. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, പഠിക്കാൻ യാതൊരു സിറ്റുവേഷനും ഇല്ല, പക്ഷെ പഠിക്കണം എന്നുണ്ട്, ആരും മുന്നോട്ട് നയിക്കാനില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. 2 പ്ലാൻ ആയിട്ടാണ് പെയ്ഡ് ബാച്ച് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാൻ 1 പ്രീമിയം ലേണിംഗ് പാക്ക് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയലും പ്രാക്ടീസ് ടെസ്റ്റും ക്വസ്റ്റ്യൻ ബാങ്കും മോഡൽ എക്സാമും കൂടെ ഉള്ള ഒരു പാക്കേജാണ് പ്ലാൻ 1 വരുന്നത്. MCQ ആണെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് ആണെങ്കിലും എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിനും അനുസരിച്ചാണ് പ്രാക്ടീസ് ടെസ്റ്റ് തരുന്നത്. ഗൂഗിൾ ഫോമിലാണ് നിങ്ങൾ ആ MCQs അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ ഒരു ബാച്ചിന് 1300 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി പ്ലാൻ 2 വരുന്നത് സ്മാർട്ട് പ്രാക്ടീസ് പാക്ക്. ഇത് നിങ്ങൾക്ക് റിസോഴ്സുകളെല്ലാം, നിങ്ങളുടെ മെറ്റീരിയലും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് ക്വസ്റ്റ്യൻസ് മാത്രം കിട്ടിയാൽ മതി എന്നുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്ലാൻ 2. ഇതിന് 500 രൂപയാണ് ഫീസ് വരുന്നത്. ഇവിടെ ഗൂഗിൾ ഫോമിൽ ലഭിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് എക്സ്പ്ലനേഷൻ, പിന്നെ മോഡൽ എക്സാം, ഇതാണ് നിങ്ങൾക്ക് പ്ലാൻ 2 വരുന്നത്. പ്ലാൻ 1 ജൂലൈ 16 സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്ലാൻ 2 ജൂലൈ 21 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ആവുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ മെയിൽ ID കോൺടാക്ട് ചെയ്യാം. അതല്ല വാട്സപ്പ് ആണെങ്കിൽ 8075721277 ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പെയ്ഡ് ബാച്ച് വേണ്ട, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിച്ചാൽ മതി എന്നാണെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ ഈഗർ ബീവർ PSC എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അവിടെ നിന്ന് JSOയുടെ ലിങ്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് തരുന്നതാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, അത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. പെൻഡിങ് ഒന്നും വെക്കാതെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഇനി എന്തുകൊണ്ടാണ് JSO ചൂസ് ചെയ്യേണ്ടത്? പല പോസ്റ്റിലേക്കും കേരള PSC വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു JSO പോസ്റ്റിന് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? ഇതൊരു പ്രസ്റ്റീജിയസ് ഗവൺമെന്റ് പോസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഹൈ സാലറി ഉള്ള, നമ്മുടെ ടെക്നിക്കൽ നോളജ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് JSO. നമ്മുടെ സയന്റിഫിക് നോളജ് ഒക്കെ ഒരു റിയൽ വേൾഡ് ഇഷ്യൂസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എങ്ങനെയാണ് റിയൽ വേൾഡ് ഇഷ്യൂസ് വരുന്നത്? എന്തെങ്കിലും ഔട്ട് ബ്രേക്ക് ഒക്കെ വരുമ്പോൾ, ഇതുപോലെ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ സയന്റിഫിക് നോളജ് അപ്ലൈ ചെയ്യാനും അതുപോലെ പബ്ലിക് ഹെൽത്ത് സേഫ്റ്റിയെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഗവൺമെന്റ് ജോബാണ് JSO. എല്ലാ ഗവൺമെന്റ് പോസ്റ്റിനും ഉള്ള പോലെ തന്നെ ജോബ് സ്റ്റെബിലിറ്റി ഉണ്ട്. പല ആൾക്കാരും ലാബ് ബേസ്ഡ് കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു അവസരമാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകാൻ കിട്ടുന്ന ഒരു അവസരവും കൂടെയാണ്. നിങ്ങൾക്കറിയാലോ, സയൻസ് ബേസ്ഡ് എക്സാംസിനൊക്കെ വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റി മാത്രമേ കിട്ടാറുള്ളൂ. വല്ലപ്പോഴുമാണ് എക്സാമുകൾ വരുന്നത്. ഈ പോസ്റ്റ് തന്നെ കണ്ടില്ലേ, എത്ര നാൾ കൂടിയിട്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നന്നായിട്ട് പഠിച്ച് തന്നെ അറ്റൻഡ് ചെയ്യുക. ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് MLT-കാർക്ക് ഒന്നുകിൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ആയിരിക്കും MLT-കാർക്ക് കൂടുതലായിട്ടും വരുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ലൊരു അവസരമാണ് ഈ ഒരു ജോബ്. അതുപോലെ തന്നെ മൈക്രോബയോളജിക്കാർക്കും ബയോകെമിസ്ട്രിക്കാർക്കും ഒക്കെ ആണെങ്കിലും അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ വല്ലപ്പോഴും മാത്രമാണ് എന്നുള്ള പോരായ്മയാണ്. അപ്പൊ ഇതെല്ലാം കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു പോവുക. JSO പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റബിൾ ഗവൺമെന്റ് പൊസിഷൻ ആണ്. ഇത്രയും ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ വർക്കിൽ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ടെക്നിക്കൽ നോളജും അത്രയും ഓഫീസേഴ്സുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ സാധ്യത വെച്ച് നോക്കുകയാണെങ്കിലും ഒരു 20 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്തിപ്പെടാനും സാധിക്കും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങുക. പലരും തുടങ്ങിയിട്ടുണ്ട്. ഇനി തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. പോസ്റ്റിംഗ് മെയിൻ ആയിട്ടും ഹെൽത്ത് സർവീസിലാണ് വരുന്നതെങ്കിൽ കൂടിയും മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ജൂനിയർ സയന്റിഫിക് ഓഫീസേഴ്സ് കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. ഹെൽത്ത് മാത്രമല്ല, ഫുഡ്, ലീഗൽ, എൻവയോൺമെന്റൽ സേഫ്റ്റി, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ടുള്ള കോർഡിനേഷൻ വരുന്നുണ്ട്. നമ്മുടെ സയന്റിഫിക് എക്സ്പെർട്ടൈസ് ഒക്കെ കൊണ്ടുവരാനും ഒക്കെ കിട്ടുന്ന ഒരു നല്ല പോസ്റ്റാണ് JSO. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. പെയ്ഡ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അറിയിക്കുക.
പ്രീ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ളവരാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കുറെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക്